നമ്മുടെ യാത്ര 401 ഹൈവേയിലേക്ക് കയറുകയാണ്. നമ്മുടെ കേംബ്രിഡ്ജിൽ നിന്ന് 401 ഹൈവേയിലേക്ക് കയറിയിട്ട് നേരെ ടൊറൻഡോ, ബോഗൺ, ബാരി, അതാണ് നമ്മുടെ യാത്ര വരുന്നത്. നമ്മൾ 401 ഹൈവേയിലേക്ക് കയറുന്നു. ഇവിടുത്തെ ഹൈവേ സ്പീഡ് എന്ന് പറയുന്നത് മിനിമം 100 km/h ആണ്. അതനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് 56 km സ്പീഡിൽ. നമ്മളിപ്പോൾ ടൊറൻഡോ പിയേഴ്സൺ എയർപോർട്ട് എത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ കാണുന്നതാണ് എയർപോർട്ട്. ഇവിടെ നമുക്കൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മുകളിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് വരും. നമ്മൾ ബാരിയിലേക്ക് പോകുന്ന വഴിക്ക് ഓൺ റൂട്ട് കയറിയേക്കാണ്. നമ്മുടെ ഈ ഇവിടുത്തെ കാനഡയിൽ നിന്ന് ഓൺ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഒരു ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ അവിടെ കയറിയേക്കാണ്. നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല എങ്ങനെയാണെന്ന്. കൈയൊക്കെ മരയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഓടുന്നു. ാണ് നമ്മുടെ ഓൺ റൂട്ട് കയറുന്നത്. ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ടിം ഹോട്ടൻസ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, ന്യൂയോർക്ക് ഫ്രൈസ് ഉണ്ട്, പോപ്പോയ്സ് ഉണ്ട്, പിന്നെ കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ. ഈ സാധനത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനുള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഫ്രഷ് ടൈം എടുക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ട്രക്ക് കാര്യങ്ങളൊക്കെ, ബസ് കാര്യങ്ങളൊക്കെ, ഇവർക്ക് പാർക്കിങ്ങും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈവേയിൽ ഓൺ റൂട്ട് എന്ന് പറയുന്ന അവിടുത്തെ ഹൈവേകൾ കിലോമീറ്റേഴ്സ് കൂടുതലുള്ള ഹൈവേകളാണ്. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ കിലോമീറ്റേഴ്സ് കൂടുതലുള്ള ഹൈവേകളാണ് കൂടുതലും. അപ്പോൾ നമുക്കിവിടെ ഈ പെട്രോൾ പമ്പ്, നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പ്, ഗ്യാസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഗ്യാസ് ഫില്ല് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പാണ്. നമ്മുടെ വാഷ്റൂമും കാര്യങ്ങളും ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളും ഒരു റെസ്റ്റ് പ്ലേസ് എന്ന പോലെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിനെ ഓൺ റൂട്ട് എന്നാണ് പറയുന്നത്. ഓൺ റൂട്ട് ഇവിടുത്തെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കാൻ പോകുന്നു. ഇതാണ് നമ്മൾ പോകുന്ന ട്രക്കല്ല, ചെറിയൊരു മിനി വാൻ, നമ്മുടെ നാട്ടിലെ ട്രാവലർ പോലത്തെ ഒരു സാധനം. നമ്മളിപ്പോൾ ഓൺ റൂട്ടിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ഗ്യാസ് സ്റ്റേഷൻ. ഹൈവേയിലേക്ക് കയറി ഇനി നമുക്ക് യാത്ര നമ്മുടെ
ഓറഞ്ച് വാണിംഗ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമുക്കിനി യാത്ര 42 മിനിറ്റ് കൂടിയുണ്ട്. 62 കിലോമീറ്റർ ഹൈവേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം -20 -30 ആണ് ഫീൽസ് ലൈക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാറിലിരിക്കുമ്പോൾ വാനിലിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കിടന്ന് കുലുങ്ങണത്. അതായത് നല്ല രീതിക്കുള്ള കാറ്റുണ്ട്. അതിൻ്റെ ഒരു ഫീല് നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ കിട്ടും നമുക്ക്. അങ്ങനെ നമുക്ക് 41 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇതാണ് ഹൈവേ. ഒടുക്കത്തെ കാറ്റാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഫീൽസ് ലൈക്ക് -19 90. ഹായ് ഹായ്. ഇതുവരെ ഞങ്ങൾ മുഖങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് വിൻസൻ, ഞാൻ എൽവിൻ. ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കാരണം വണ്ടി കിടന്ന് പാളുന്നുണ്ട്. ആ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാനും പറ്റുന്നുണ്ട്. നല്ല നല്ല വിൻഡാണ്. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾക്ക് അതെ, നമ്മളൊരു ചെറിയൊരു മിനി വാനാണ്, നമ്മളൊരു ട്രാവലർ പോലത്തെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ വണ്ടികളുണ്ട്. നമ്മൾ മെയിൻ ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി എന്റർപ്രൈസ് എന്ന് പറയാം, വേറൊരു കമ്പനി. സാധാരണ യുവകളാണ് മെയിനായിട്ട് ഇവിടെ കാനഡയിലുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടി ബോഡിയൊക്കെ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും, വണ്ടിക്കും ബോഡി വെയിറ്റ് കൂടുതലുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തേക്ക് ഒരു ട്രാവലർ എന്ന് പറയാമല്ലോ, അത് കുറച്ചുകൂടി വെയിറ്റ് ഉള്ളതുണ്ട്. എൻ്റെ മിനി വാനൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഒമിനിനേക്കാളും വലുത് മിനി വാൻ. ഇപ്പൊക്കെ നാട്ടിൽ മറ്റേ ആൾക്കാർ മറ്റേ പല പല പരിപാടിക്ക് ബിസിനസ്സുകൾക്കൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനത്തുള്ള വണ്ടികൾ. മെയിനായിട്ട് കാറ്ററിംഗുകാർ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് അതിന്റെ ചെറുത്. അതുപോലത്തെ ഒരു വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് ഇവിടുത്തെ ഫണ്ട് റെന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ വണ്ടി റെന്റിന് എടുക്കുമ്പോൾ മെയിനായിട്ട് 24 മണിക്കൂറാണ് നമുക്ക് വണ്ടി റെന്റിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ 11:30-ക്കാണ് വണ്ടി എടുത്തത്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ 11:30-ക്കുള്ളിൽ വണ്ടിയുടെ കീ ഡ്രോപ്പ് ചെയ്യണം. നമുക്ക് ഇന്ന് വേണമെങ്കിൽ തന്നെ രാത്രി കീ ഡ്രോപ്പ് ചെയ്യാം. അതിനുള്ള കീ ഡ്രോപ്പ് ബോക്സും കാര്യങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ റെന്റ് വരുന്നത് ഡിപ്പെൻസ് ആണ്. ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 400 കിലോമീറ്റർ വരുന്നുണ്ട് 2 വേ. അപ്പോൾ നമുക്കൊരു ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് വരുന്നത് ഒരു $227 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ $227 ഉണ്ടാവും. അതായത് ഇപ്പോഴത്തെ CAD അനുസരിച്ച് $1 കനേഡിയൻ ഈക്വൽ ടു 65 ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട്. 65 പോയിന്റ് സംതിങ്. അപ്പോൾ $227 വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ വണ്ടി തന്നപ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെട്രോൾ തന്നെ, അതായത് എത്രത്തോളം പെട്രോൾ അവർ നമുക്ക് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഗ്യാസ്, അത്രയും തന്നെ നമ്മൾ തിരിച്ച് വണ്ടി കൊടുക്കുമ്പോൾ പെട്രോൾ അടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഏകദേശം അറൗണ്ട് ഒരു $300 നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾക്കും ചാർജ് വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ നോക്കുമ്പോൾ ഒരു 20,000 രൂപയുടെ അടുത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ മാത്രം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ വോഗൺ എത്തിയിരിക്കുന്നു. അതായത് കേംബ്രിഡ്ജിൽ നിന്ന് ബാരിയിലേക്കുള്ള യാത്രയിൽ ഒരു സ്ഥലമാണ് വോഗൺ. ആ വോഗണിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ വോഗണിൽ, അതായത് കേംബ്രിഡ്ജിൽ നല്ല മഞ്ഞായിരുന്നു, അതുപോലെ തന്നെ ബാരിയിൽ നല്ല മഞ്ഞാണെന്നാണ് കേട്ടത്. പക്ഷേ വോഗൺ എത്തിച്ചേർന്നപ്പോൾ ഇവിടെ നമുക്ക് മണ്ണ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഫുള്ള് നല്ല സൂര്യനും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊന്നും മഞ്ഞില്ല. മരങ്ങളുടെ താഴെ അല്ലെങ്കിൽ ഹൈവേയില് ഈ കുന്നിൻ്റെ മുകളിൽ ഒന്നും മഞ്ഞ് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും മഞ്ഞിൻ്റെ അളവ് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺ ദ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം, അതൊരു 15-20 ടൈം ഞാൻ വീണ്ടും വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് കാണാം നല്ല മഞ്ഞ്.
അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. 10 മിനിറ്റ് പോലും എടുത്തില്ല. മഞ്ഞ് കണ്ട രണ്ട് സൈഡിലും. ഇവിടെ ഒടുക്കത്തെ മഞ്ഞാണ്. ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുന്നതാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം മഞ്ഞ്. ഇരുവശങ്ങളിലും മഞ്ഞ് പെയ്ത് കിടക്കുന്ന സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഒണ്ടാരിയയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ഓൾമോസ്റ്റ് ഒരു വീട്ടിൽ തന്നെ 1, 2, 3 വണ്ടികളുണ്ടാവും, കാറുകൾ. അതാണ് ഇവിടുത്തെ എല്ലാവരും യാത്ര ചെയ്യാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ ട്രെയിനുകളോ അല്ലെങ്കിൽ ബസ്സുകളോ ഭയങ്കര കുറവാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാനഡയിൽ മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് ഇവിടെ 2 വീലേഴ്സും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതായത് ഏതെങ്കിലും ഒരു ബൈക്കോ സൈക്കിളോ അല്ലെങ്കിൽ ഒരു 2 വീലറോ നമുക്ക് അല്ലെങ്കിൽ ഓട്ടോ പോലത്തെ എന്തെങ്കിലും വണ്ടികളോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ എല്ലാം ഈ 4 വീലേഴ്സാണ്. എല്ലാവരും യൂസ് ചെയ്യുന്നതും ഈ 2 വീലേഴ്സാണ്. അതുപോലെ 4 വീലേഴ്സാണ്. അപ്പോൾ ഇവിടെ പ്രത്യേക മീൻസ് മഞ്ഞ് പെയ്ത് റോഡൊക്കെ ഗ്ലാസ് പോലെ ഇവിടെ സ്ലിപ്പറി ആവും. അപ്പോൾ ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രത്യേകം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് കാനഡ. ഈ സൈഡുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മഞ്ഞ് വീണ് കയറി കിടക്കുന്നത് കാണാം. ഫുള്ള് മഞ്ഞ് പെയ്ത് ഹൈറ്റ് വെച്ചേക്കണതായിരുന്നു നേരത്തെ കണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈവേയിൽ മഞ്ഞ് പെയ്യുമ്പോൾ ഇവരെല്ലാവരും അത് വിത്തിൻ മിനിറ്റ്സ് 2, 3, 4 വണ്ടികൾ വന്ന് ഒരുമിച്ച് എല്ലാ മഞ്ഞും മാറ്റി ഹൈവേ ഫുള്ള് ക്ലീൻ ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്കുള്ള റോഡുകളൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ഉള്ളിലേക്കുള്ള വഴികളിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലേ. ഇവിടെ നോക്കി മഞ്ഞ് പെയ്ത് ഇങ്ങനെ കിടക്കണത്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന നേരത്തെ 2 വീലേഴ്സിൻ്റെ കാര്യം. അപ്പോൾ 2 വീലേഴ്സൊന്നും നമുക്കിവിടെ കാണാനേ സാധിക്കില്ല. അതുപോലെ തന്നെ 2 വീലേഴ്സ് എടുക്കണമെങ്കിൽ തന്നെ പ്രത്യേക ലൈസൻസും കാര്യങ്ങളും എടുക്കണം. അതുപോലെ ഇൻഷുറൻസ് ഭയങ്കര ഹൈ ആണ്. നമ്മുടെ നാട്ടിൽ 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഓരോ മാസത്തേക്കാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഇപ്പോൾ കാറിനായാലും എല്ലാ വണ്ടികൾക്കും. പക്ഷെ ബൈക്കിനാകുമ്പോൾ പ്രത്യേകമായിട്ട് 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് അറ്റ് എ ടൈം തന്നെ നമ്മൾ അടയ്ക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 6 മാസമാണ് ഇവിടെ ബൈക്ക് ഓടിക്കാൻ പറ്റുന്നത്. ബാക്കി 6 മാസം വിൻ്ററാണ്. അപ്പോൾ വണ്ടികളൊന്നും അങ്ങനെ പുറത്തേക്ക് എടുക്കാനോ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഫണ്ട് ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ഒരു സംഭവമാണ് ബൈക്ക്. അതുകൊണ്ട് ആൾക്കാരധികം ബൈക്ക് എടുക്കുന്നില്ല. പിന്നെ ബൈക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ നയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിങ്ങനെ റൈഡ് പോകാനായിട്ട് ഈ ഹാർലി ഡേവിഡ്സൺ അതുപോലെ തന്നെ കൂടിയ ബൈക്കുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം സേഫ്റ്റി പ്രത്യേകമായിട്ട്. ഇതിപ്പോൾ നമ്മളെ കാറ്റിൻ്റെ ഒരു ശക്തിയാണ്. അതായത് സൈഡിൽ കിടക്കുന്ന മഞ്ഞിനെ അവർ കാറ്റ് വീശി നമ്മുടെ ഫ്രണ്ടിലേക്കും കാര്യങ്ങൾക്കും വന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വണ്ടി കിടന്ന് പാളുന്നുണ്ട്. അത് നമുക്ക് അതായത് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു വണ്ടി കുലുങ്ങുന്നതും അല്ലെങ്കിൽ ആ ഒരു ഇതും മഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഫുള്ള് മഞ്ഞായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ശരിക്കും കാണാൻ പറ്റും കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് വഴി അത്ര ക്ലിയർ അല്ല മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചേക്കാണ്. അതുപോലെ തന്നെ വിൻഡിൻ്റെ ശക്തിയാണ്. അതായത് ഇരു സൈഡിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞ് കാറ്റത്ത് നമ്മുടെ പൊടിയൊക്കെ പാറില്ലേ, അതുപോലെ മഞ്ഞിൻ്റെ പൊടികൾ ഇങ്ങനെ പാറി പറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് 100ൻ്റെ റോഡാണ്. പക്ഷെ നമ്മൾ 74ലാണ് ഇപ്പോൾ പോകുന്നത്, 76 സ്പീഡിൽ. പക്ഷെ ഇതിനേക്കാളും കുറവായിരുന്നു നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ക്ലിയർ ആയി തുടങ്ങി.
അതായത് മഞ്ഞിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ ബാരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് മഞ്ഞ് യാത്ര സ്ഥലം കണ്ടുവന്ന് ഇവിടെ കണ്ട നമ്മുടെ മരങ്ങളിൽ ഫുള്ള് മഞ്ഞ് പിടിച്ച് കിടക്കണ കണ്ട. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഒരു 15 മിനിറ്റിന് ബാക്കിലാണ് നമ്മൾ ഫുള്ള് ഒരു തരി പോലും മഞ്ഞില്ലാണ്ട് കൃഷിഭൂമി കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് മഞ്ഞിന്റെ കാഠിന്യം കൂടി. ഈ ഇരു സൈഡുകളിലും അതായത് നമ്മുടെ ഹൈവേയില് കിടക്കുന്ന മഞ്ഞ് ക്ലീൻ ചെയ്യുന്ന വണ്ടി ഉപയോഗിച്ച് ഇരു സൈഡിലേക്കും തള്ളി നീക്കി. അപ്പോൾ ഉണ്ടാവുന്ന ഒരു മഞ്ഞിന്റെ കൂമ്പാരമാണ് നമുക്ക് ഈ സൈഡുകളിൽ കാണാൻ പറ്റുന്നത്.